ഒരു ഡ്രഗിന്റെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇമാജിനറി ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വോളിയം എന്നത് റിയൽ അല്ലേ? ഇത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ലേൺ എഫിഷ്യന്റ് ഫാർമക്കോളജി മലയാളം ഫാർമക്കോകൈനറ്റിക്സ് പാർട്ട് 15-ൽ. നമ്മുടെ ബോഡി ഈ ടബ് പോലെയാണെന്ന് വിചാരിക്കുക. ഇതിനകത്തുള്ള വെള്ളത്തിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. ഇതിന് നമുക്കൊരു മെത്തേഡ് ഉപയോഗിക്കാം. അറിയാവുന്ന ഒരു എമൗണ്ട് ഡ്രഗ് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക. അത് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ആയി കഴിയുമ്പോൾ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുക. കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്തു, എമൗണ്ട് നമ്മൾക്ക് ഓൾറെഡി അറിയാം. അങ്ങനെ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു എമൗണ്ട് ബൈ വോളിയം എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്ത ഡ്രഗിന്റെ എമൗണ്ട് 100 milligrams ആണെന്നും നമ്മൾ മെഷർ ചെയ്ത കോൺസെൻട്രേഷൻ 1 mg/ml ആണെന്നും അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വോളിയം ഇസ് ഈക്വൽ ടു 100 milligrams ഡിവൈഡഡ് ബൈ 1 mg/ml ഇസ് ഈക്വൽ ടു 100 ml. ഈ ടബ് ബോഡി പോലെയാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എമൗണ്ട് ഓഫ് ഡ്രഗിനെ ഡോസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സാധാരണയായി കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നത് പ്ലാസ്മയിൽ നിന്നുമായതുകൊണ്ട് കോൺസെൻട്രേഷനെ പ്ലാസ്മ കോൺസെൻട്രേഷൻ കൊണ്ടും റീപ്ലേസ് ചെയ്യാം. ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വോളിയമാണ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, VD. അങ്ങനെ VD ഇസ് ഈക്വൽ ടു D/C. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ബോഡി ഈ ടബ് പോലെ ഒരു സിംഗിൾ കമ്പാർട്ട്മെന്റ് അല്ല. ബോഡിയിൽ പലതരം ടിഷ്യൂസ് ഉണ്ട്. ഇതിലേക്കൊക്കെ സാധാരണയായിട്ട് ഡ്രഗ് ഈവൺ ആയിട്ടായിരിക്കില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ വോളിയം എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇത് മനസ്സിലാക്കാനായി നമുക്ക് ടബിനെ 2 ഇമാജിനറി കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് കമ്പാർട്ട്മെന്റിലേക്ക് ഡ്രഗ് ക്വിക്ക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് സെൻട്രൽ കമ്പാർട്ട്മെന്റ്. പ്ലാസ്മയും നല്ല പെർഫ്യൂഷനുള്ള ചില ഓർഗൻസുമാണ് ഇതിലുള്ളത്. എളുപ്പത്തിന് നമുക്ക് ഈ സെൻട്രൽ കമ്പാർട്ട്മെന്റ് പ്ലാസ്മ മാത്രമാണെന്ന് കരുതാം. രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിലേക്ക് ഡ്രഗ് സ്ലോ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് പെരിഫറൽ കമ്പാർട്ട്മെന്റ്. ബാക്കി ടിഷ്യൂസ് എല്ലാം ഇവിടെയാണ് ഉള്ളത്. തൽക്കാലത്തേക്ക് നമുക്ക് പ്ലാസ്മയുടെ വോളിയം 10 ml ആണെന്നും പെരിഫറൽ കമ്പാർട്ട്മെന്റിന്റെ വോളിയം 90 ml ആണെന്നും വിചാരിക്കാം. മുമ്പത്തെ പോലെ നമുക്ക് 100 milligrams ഡ്രഗ് ആഡ് ചെയ്യാം. ഇതിൽ മിക്കവാറും ഡ്രഗ്, അതായത് 99 milligrams പെരിഫറൽ കമ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ബാക്കിയുള്ള 1 milligram ആണ് 10 ml പ്ലാസ്മയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ 10 ml 1 milligram, അതായത് 0.01 mg/ml ആയിരിക്കും. പെരിഫറൽ കമ്പാർട്ട്മെന്റിന്റെ കോൺസെൻട്രേഷൻ 90 ml 99 milligrams, അതായത് 1.1 mg/ml ആയിരിക്കും. ഇവിടെ 2 കമ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് അറിയാത്ത ഒരാൾ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്താലോ? VD is equal to D/C is equal to 100 milligrams divided by 0.1 mg/ml, which is equal to 1000 ml. പക്ഷെ നമുക്കറിയാം ഇത് ശരിയല്ല എന്ന്. ടോട്ടൽ വോളിയം 1000 ml ഇല്ല, 100 ml മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? അതിന്റെ കാരണം ആദ്യത്തെ ടബിലെ പോലെ ഡ്രഗ് ഈവൺ ആയിട്ടാണ് രണ്ടാമത്തെ ടബിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അയാൾ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ പ്ലാസ്മ കോൺസെൻട്രേഷനും ടിഷ്യൂ കോൺസെൻട്രേഷനും ഒന്നാണെന്നും ആൾ വിശ്വസിച്ചു. ഇത് ശരിയല്ലാത്തതുകൊണ്ട് അയാൾ കാൽക്കുലേറ്റ് ചെയ്തത് ഒരു തിയററ്റിക്കൽ അല്ലെങ്കിൽ അപ്പാരന്റ് വോളിയമാണ്, ആക്ച്വൽ വോളിയം അല്ല. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പ്ലാസ്മയിലുള്ള കോൺസെൻട്രേഷനിൽ തന്നെ ഡ്രഗ് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ വേണ്ടി വരുന്ന ഒരു തിയററ്റിക്കൽ വോളിയമാണ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഈ എക്സാമ്പിളിൽ കണ്ടതുപോലെ VD കൂടുതലുള്ള ഒരു ഡ്രഗ് പ്ലാസ്മയെക്കാളും ടിഷ്യൂസിലേക്കാണ് കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ടിഷ്യൂസിലേക്ക് അധികം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരു ഡ്രഗിന്റെ കാര്യം നോക്കാം. വീണ്ടും നമുക്ക് 100 milligrams ഡ്രഗ് ആഡ് ചെയ്യാം. ടിഷ്യൂ ഡിസ്ട്രിബ്യൂഷൻ മിനിമൽ ആയതുകൊണ്ട് വെറും 1 milligram ആണ് ടിഷ്യൂസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. 99 milligrams പ്ലാസ്മയിൽ തന്നെയാണ്. ഇപ്പോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ 10 ml 99 milligrams, അതായത് 9.9 mg/ml. നമുക്ക് ഈ പ്ലാസ്മ കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് ഡ്രഗിന്റെ അപ്പാരന്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. VD is equal to D/C, which is equal to 100 milligrams divided by 9.9 mg/ml, which is equal to 10.1 ml. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ 10.1 ml പ്ലാസ്മ വോളിയമായ 10 ml ഏകദേശം ഈക്വൽ ആണെന്ന് കാണാം. അതായത് ഒരു ഡ്രഗിന്റെ ടിഷ്യൂ ഡിസ്ട്രിബ്യൂഷൻ മിനിമൽ ആണെങ്കിൽ അതിന്റെ VD പ്ലാസ്മ വോളിയത്തോട് വളരെ അടുത്തായിരിക്കും.
ടിഷ്യൂസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ഡ്രഗ് പ്ലാസ്മയിൽ തന്നെ നിൽക്കും എന്നത് കോമൺ സെൻസ് ആണല്ലോ. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലിയറൻസിനെ പറ്റി മനസ്സിലാക്കാൻ തൊട്ടു മുൻപിലത്തെ വീഡിയോ കാണുക. അടുത്ത വീഡിയോയിൽ ഈ 2 PK പാരാമീറ്റേഴ്സും എങ്ങനെയാണ് ഒരു സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ അച്ചീവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇവിടെ കുറച്ച് ഗുഡ് ടു നോ ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഡിസ്കഷന്റെ സമ്മറി.